വസ്ത്രങ്ങളുടെ വിസ്മയിപ്പിക്കുന്ന ശേഖരവുമായി ആയൂർ കൊട്ടാരക്കര റോഡിൽ ലാവിഷ് ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമെയ്ഡ്സ് എന്ന പേരിൽ ഒരു സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. നമസ്കാരം, റൂത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ജഡായു ടൂറിസത്തിലെ വിവിധ തൊഴിലാളി സംഘടനകളായ CITU, AITUC, INTUC യൂണിയൻ പ്രതിനിധികൾ സംയുക്തമായി തൊഴിലാളികളുടെ ബോണസും ശമ്പളവുമായി ബന്ധപ്പെട്ട് ജഡായു ടൂറിസത്തിലെ ഗുരുചന്ദ്രിക കമ്പനിയുടെ ചെയർമാന് കത്ത് നൽകിയിരുന്നു. കഴിഞ്ഞ വർഷം ഓണത്തിന് ജഡായു ടൂറിസത്തിലെ എല്ലാ വിഭാഗം തൊഴിലാളികൾക്കും ബോണസ് നൽകിയിരുന്നു. ജില്ലാ ലേബർ ഓഫീസറുടെ മുന്നിൽ നടന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിൽ തൊഴിലാളി സംഘടനകളുമായി ഉണ്ടാക്കിയ ഒത്തുതീർപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഗുരുചന്ദ്രിക കമ്പനി കഴിഞ്ഞ പ്രാവശ്യം ബോണസ് നൽകിയത്. എന്നാൽ ഓണത്തിന് ഏതാനും ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഇതുവരെ ടൂറിസത്തിലെ ജീവനക്കാരുടെ ബോണസ് സംബന്ധിച്ച് മാനേജ്മെന്റ് യാതൊരു തീരുമാനവും കൈക്കൊണ്ടിട്ടില്ല എന്ന് ഗുരുചന്ദ്രികയ്ക്ക് നൽകിയ കത്തിൽ യൂണിയൻ തൊഴിലാളി നേതാക്കൾ പറയുന്നു. ടൂറിസത്തിലെ പ്രിൻസിപ്പൽ എംപ്ലോയറായ ഗുരുചന്ദ്രിക കമ്പനി കരാർ കമ്പനികളുമായി ഈ വിഷയം ചർച്ച ചെയ്യുകയും പറയുന്ന ആവശ്യങ്ങളിൽ അടിയന്തരമായി ഇടപെടലുകൾ നടത്തുവാൻ തയ്യാറാവുകയും ചെയ്യണമെന്നും കത്തിൽ സൂചിപ്പിക്കുന്നു. കരാർ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗം തൊഴിലാളികൾക്കും 20% ബോണസ് അനുവദിക്കണമെന്നും ഉത്സവ സീസണുകളിൽ പൊതു അവധി ദിവസങ്ങളിലും ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ഇരട്ടി ശമ്പളം അനുവദിക്കണമെന്നും തൊഴിലാളികൾക്ക് ശമ്പള കുടിശ്ശിക അനുവദിക്കണമെന്നും ജീവനക്കാർക്ക് ശമ്പള അഡ്വാൻസ് അനുവദിക്കണമെന്നും ഉത്സവ സീസണുകളിൽ ജീവനക്കാർക്ക് ഓവർ ടൈം അനുവദിക്കണമെന്നുമാണ് പ്രധാനമായും തൊഴിലാളി സംഘടനകൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ. എന്നാൽ കൊല്ലത്ത് വെച്ച് നടന്ന തൊഴിലാളി യൂണിയനുകളുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടു എന്നാണ് അറിയാൻ കഴിയുന്നത്. തുടർന്ന് ഇന്നുകൂടി പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടില്ല എങ്കിൽ നാളെ മുതൽ വ്യക്തമായ സമര പരിപാടികൾ ആരംഭിക്കുമെന്നും യൂണിയൻ നേതാക്കൾ അറിയിച്ചു. റൂത്ത് വിഷൻ ന്യൂസ്, ചടയമംഗലം.